അസ്സലാമു പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മക്കൾ ചതിക്കുന്ന കാലഘട്ടത്താണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിച്ചു പോകുന്നത്. മക്കളെ എല്ലാവരും ശ്രദ്ധിക്കുക. മക്കൾ ചതിക്കും. അങ്ങനെയുള്ള കാലത്താണ് ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നത്. സ്വന്തം മക്കളെ പേടിച്ച് കഴിയേണ്ട ആ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ഥിരീകരണമില്ലാത്ത ഒരു കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. ഇതിൻ്റെ ശരിക്കുമുള്ളൊരു സത്യാവസ്ഥ ഇനിയും പോലീസ് പുറത്തു വിടണമത്രേ. പോലീസ് ഇൻക്വസ്റ്റ് നടപടികളൊക്കെ ചെയ്തു വരികയാണ്. ഈ സംഭവം നടന്നിരിക്കുന്നത് കോഴിക്കോട് ഈസ്റ്റ് മൂഴിക്കല്ലിലാണ്. ഏട്ടത്തിയുടെ മകൻ അനുജത്തിയുടെ മകളെ കൊന്നതായിരുന്നു വാർത്ത. ഇന്ന് നാടിനെ ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു ഇത്. ഒരുപാട് വാർത്തകളൊക്കെ നമ്മൾ കേട്ടുവെങ്കിലും ശരിക്കും ഒരു സ്ഥിരീകരണ വാർത്ത നമ്മളാരും കേട്ടിട്ടില്ല. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ ശരിയായ ഒരു സ്ഥിരീകരണം പുറത്തുവിടുകയുള്ളൂ. സംഭവം നടന്നിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു. ഇന്ന് പുലർച്ചെയായിരുന്നു നാടിനെ നടുക്കിയ ആ ഒരു സംഭവം നടന്നത്. ഏട്ടത്തിയുടെയും അനുജത്തിയുടെയും മക്കളായിരുന്നു അദ്നാനും നസ്രിയും. അദ്നാന് 21 വയസ്സ്, നസ്രിയക്ക് 16 വയസ്സ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു നസ്രിയ. അദ്നാന് മർക്കസിലൊക്കെ പഠിച്ചതാണ്, ഇടയ്ക്ക് വെച്ച് നിർത്തി. നസ്രിയുടെ വീട്ടിലാണ് താമസം. അവിടെ നിന്നാണ് പഠിച്ചതൊക്കെ. ഇടയ്ക്ക് എന്തോ ഒരു തെറ്റിദ്ധാരണ, അദ്നാന്റെ സ്വഭാവ ദൂഷ്യം നസ്രിയുടെ വീട്ടുകാർക്ക് പിടിക്കാതായപ്പോൾ ഇനി ഇവിടെ വരണ്ട എന്നും ഇവിടേക്ക് കയറണ്ട എന്നും പറഞ്ഞ് വിലക്കിയിരുന്നു. അങ്ങനെയാണ് അദ്നാന് ആ വീട് വിട്ടിറങ്ങി അവൻ്റെ വീട്ടിലേക്ക് പോയത്. 6 മാസമേ ആയുള്ളൂ നസ്രിയുടെ വീട്ടിൽ നിന്നും വിട്ടിട്ട്. പിന്നെ ഇന്നായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. ഇന്ന് പുലർച്ചെ സമയം 4ഓ 5ഓ ആയിട്ടുണ്ടാകും. ബഹളം കേട്ടാണ് നാട്ടുകാരവിടെ എത്തുന്നത്. എന്തോ കള്ളം കയറിയതാണെന്നാണ് കരുതിയത്. പക്ഷേ സംഭവം അതല്ലായിരുന്നു. ഒരു കൊലപാതകമാണ് അവിടെ നടന്നത്. വീട്ടുകാരും നാട്ടുകാരും പരിശോധിച്ചപ്പോൾ മുകളിലത്തെ കിടപ്പുമുറിയിൽ നസ്രീന അബോധാവസ്ഥയിൽ കിടക്കുന്നു. അങ്ങനെ ഉടനെ തന്നെ നസ്രീനയെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെട്ടിരുന്നു. നസ്രീനയുടെ ഉമ്മയും വല്യുമ്മയും സഹോദരങ്ങളും വീട്ടിലുള്ളപ്പോഴാണ് ഈ ഒരു അതിക്രൂര കൃത്യം ഈ വീട്ടിൽ നടന്നത്. അതിനൊരു സ്വഭാവ ദൂഷ്യമുള്ള കുട്ടിയാണത്രേ. എന്തൊക്കെയോ കളവൊക്കെ അവിടെ നടത്തിയെന്നും പറയുന്നു. അതിനെ ചോദ്യം ചെയ്തതായിരുന്നു നസ്രീന. അതിൻ്റെ ഒരു പക വീട്ടുകയായിരുന്നു എന്നാണ് പോലീസുകാർ പറയുന്നത്. സ്ഥിരീകരിച്ചിട്ടില്ല, സ്ഥിരീകരിക്കണമത്രേ. ഇങ്ങനെ ഒരു ചെറിയ കാരണത്തിനൊക്കെ കൊല ചെയ്യുമോ? പറയാൻ പറ്റില്ല. ഇന്നത്തെ മക്കൾ എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് നമുക്കറിയില്ല, നമുക്ക് മനസ്സിലാവില്ല. ഇന്ന് ഉപയോഗിക്കുന്ന സാധനത്തിന് മണമോ നിറമോ ഒന്നും തന്നെയില്ല. അത് വാങ്ങിക്കാനും ഉപയോഗിക്കാനും എളുപ്പം, നിയമത്തിൻ്റെ മുന്നിൽ പിടിക്കപ്പെട്ടാൽ തടിയൂരാനും എളുപ്പം. ഞാനിത് പറഞ്ഞെന്ന് കരുതി ഇതിൻ്റെ സത്യാവസ്ഥ ഇതായിരിക്കില്ല, ആവാതിരിക്കട്ടെ. ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എനിക്കൊന്നേ പറയാനുള്ളൂ, മക്കളെ ഭയക്കേണ്ട കാലമാണിത്. ചെറുതിലെ മക്കളെ നമ്മളെ മക്കളായി വളർത്താം. ആരെയോ കണ്ട് അനുകരിക്കാതെ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും അറിയിച്ച് നമ്മുടെ മക്കളായി വളർത്തുക. എന്നാലേ അവർ നമ്മുടെ മക്കളാവുള്ളൂ. അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും മക്കളാവും. മറ്റുള്ളവരെ കണ്ട് പഠിച്ച് മറ്റുള്ളവരെ പോലെ വളർത്തി അപ്പോൾ അവരുടെ മക്കളായിട്ട് തന്നെയാണ് അവർ വളരുക. പിന്നെ അവരെ അനുകരിക്കുക മറ്റുള്ളവരെ ആയിരിക്കും. നമ്മളടുത്തു നിന്നാണ് അവരെല്ലാം പഠിക്കുന്നത്. എല്ലാ മക്കളും നല്ല മക്കളാണെന്നേ നമ്മുടെ നോട്ടത്തിൻ്റെ ഒരു കുറവാണ്. ഈ ഒരു ചെറിയ കാരണമാണത്രേ ഈ ഒരു കുട്ടി 20 വയസ്സുകാരൻ്റെ മനസ്സിൽ പക ഏറിയത്. എന്തോ എനിക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുമാത്രമല്ല, ഇതും കൂടി പറയുന്നുണ്ട്, നസ്രീനയെ ഉപദ്രവിക്കുന്നത് കണ്ട വല്യുമ്മ അത് തടയാൻ ശ്രമിച്ചപ്പോൾ അതിനാണ് വല്യുമ്മയെയും ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചു അത്രേ. നസ്രീനയെ കൊലപ്പെടുത്തുന്നത് കഴുത്തിൽ ഷാൾ മുറുക്കി ശ്വാസം മുട്ടിച്ചാണത്രേ. പല വാർത്തകളും തിരിച്ചും മറിച്ചുമാണ് വരുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ നമ്മൾ ഒരുപാട് ശ്രമിച്ചു. എന്തെന്നാലും 2 പേരും മരിച്ചു. നസ്രീനയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അതിനാനെ അവിടെയുള്ള ഒരു മുറിയിൽ പൂട്ടിയിരിക്കുകയായിരുന്നു. വീട്ടുകാർ മടങ്ങിയെത്തിയ സമയത്ത് പിന്നെ അതിനാനെ കാണുന്നത് സെലോ ടേപ്പ് ചുറ്റി മരിച്ച നിലയിലാണ് അതിനാനെ കാണുന്നത്. ഇതാണ് പറഞ്ഞ ഒരു ദുരൂഹത നിറഞ്ഞ ഒരു കൊലപാതകം. എന്തോ ഒരു ട്വിസ്റ്റ് ഇതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. പോലീസിനെ ഒരു വട്ടം കറക്കുന്ന രീതിയിലുള്ള ഒരു കൊലപാതകമായിരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് അതിശക്തമായിട്ട് തന്നെ ഈ ഒരു കേസ് കൈകാര്യം ചെയ്യുന്നുണ്ട്. വിശദമായ ഒരു അന്വേഷണം നടത്തി വരികയാണ് പോലീസ്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു മരണ വാർത്തയാണ് നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിച്ചത്. പ്രിയപ്പെട്ടവരെ, മരണപ്പെട്ടവർ പടച്ചിറപ്പിലേക്കാണ് പോയിരിക്കുന്നത്. മരണത്തോട് അവരുടെ ഇവിടെ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും അവസാനിച്ച്. അപ്പോൾ നമുക്കിനി അവർക്ക് ചെയ്യാനുള്ളത് അവർക്ക് മഅഫിറത്തിന് വേണ്ടി ചോദിക്കുക, അവർക്ക് പൊറുക്കലിന് വേണ്ടി ചോദിക്കുക എന്നാണ്. പടച്ചിറപ്പ് കാരുണ്യവാനാണ്, പുറത്തു കൊടുക്കുന്നവനാണ്. അവർക്ക് പുറത്തു കൊടുത്ത് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, മരണപ്പെട്ടവർക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.